ആദ്യമായി സർവശക്തനായ ദൈവത്തോടും പരിശുദ്ധ അമ്മയോടും ഞാൻ 1000 നന്ദി പറയുകയാണ്. എൻ്റെ പേര് മേഘ്ന ജോയ്. ഞാൻ ആലുവയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2023 മാർച്ച് 22-ാം തീയതിയാണ് ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത്. അതിനു മുൻപ് ഞാൻ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് എൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ്. എൻ്റെ ചേച്ചി BSc നേഴ്സാണ്. പുറത്തേക്ക് പോകാൻ OET ഒക്കെ എഴുതി അവൾക്ക് എക്സാമൊന്നും പാസ്സാവാതെ ആകെ സങ്കടത്തിൽ ഇരിക്കുമ്പോഴാണ് ചേച്ചി ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല, ഉടമ്പടി എന്താണ് അതൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ചേച്ചി 2 വർഷം ഗ്യാപ്പൊക്കെ ഉണ്ട് കരിയർ, അതൊക്കെ പുറത്തേക്ക് പോകാൻ ഭയങ്കര ഇഷ്യൂസാണെന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഉടമ്പടി എടുത്തതും OET CBT എല്ലാം ഒറ്റ അറ്റംപ്റ്റിൽ പാസ്സായി. എക്സാം കഴിഞ്ഞ് ആ സമയത്ത് തന്നെ എൻ്റെ ചേച്ചിക്ക് പുറത്തേക്ക് പോകാൻ ഫസ്റ്റ് ഇൻ്റർവ്യൂ കിട്ടി. ഗ്യാപ്പൊന്നും ഒരു പ്രശ്നമായില്ല. പെട്ടെന്ന് എനിക്ക് വിശ്വാസം ഭയങ്കരമായിട്ട് കൂടി ഉടമ്പടിയിൽ. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്, എല്ലാവരും ഇമ്പോസിബിൾ ആണെന്ന് പറയുന്ന കാര്യം ഈ ഒരു ഉടമ്പടി എടുത്തതുകൊണ്ട് എല്ലാം ഭയങ്കര സ്മൂത്തായിട്ട് പോസിബിളായിട്ട് പോവുകയാണ്. ആ സമയത്ത് 10th കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പുറത്ത് പോയിട്ട് പഠിക്കണം. അത് എൻ്റെ ഭയങ്കര വലിയൊരു ഡ്രീമായിരുന്നു. അപ്പോൾ BCom ഞാൻ 2021 കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷേ എനിക്കൊരു അരിയർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 1 വർഷം ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്കൊരു 1 ഇയർ അവിടെ തന്നെ ഗ്യാപ്പ് വീണു. അത് കഴിഞ്ഞ് പിന്നെ 22-ലാണെങ്കിൽ എനിക്ക് ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് കാരണം പോകാനായിട്ട് പറ്റിയില്ല പുറത്തേക്ക് നോക്കാൻ. അപ്പോൾ അങ്ങനെ എൻ്റെ കരിയറിൽ തന്നെ 2 വർഷം ഗ്യാപ്പ് വീണു. മെയ് 2023 ഞാൻ എൻ്റെ IELTS കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു. അപ്പോൾ ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ IELTS ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. എനിക്ക് ഇംഗ്ലീഷ് പറയാൻ ഒട്ടും ഞാൻ കോൺഫിഡൻ്റ് അല്ല. എനിക്ക് ഭയങ്കര ഈഗോ ആയിരുന്നു. മീൻസ് ഇംഗ്ലീഷ് അറിയാവുന്നവർ എൻ്റെ ഇംഗ്ലീഷ് കേട്ടിട്ട് എന്നെ ജഡ്ജ് ചെയ്യുമോ. പിന്നെ ഞാൻ ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറാണ്, എനിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട്, പബ്ലിക് സ്പീക്കിംഗ് ഒന്നും എനിക്ക് പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ അങ്ങനെ ഭയങ്കര സങ്കടമാണ്. ഫസ്റ്റ് ഡേ ക്ലാസ്സിലൊക്കെ പോയി ഞാൻ കരഞ്ഞിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വരിക. ഒരു 2 ആഴ്ചയൊക്കെ പോയി എനിക്ക് പറ്റുന്നില്ല, സ്പീക്കിങ്ങിന് എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ കരഞ്ഞ് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു എനിക്ക് പറ്റും തോന്നണില്ല, ഞാൻ നിർത്താണ്, ഞാൻ ഇവിടെ എവിടെയെങ്കിലും PGക്ക് ജോയിൻ ചെയ്തോളാം പറഞ്ഞു. പക്ഷേ എൻ്റെ ചേച്ചി അമ്മയും പറഞ്ഞു ഇല്ല, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ചെല്ല് എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. എൻ്റെ ഈ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഏറ്റവും കഷ്ടപ്പെട്ട് പഠിച്ചേക്കുന്നത് IELTS ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. പയ്യെ എൻ്റെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആയി. ഞാൻ നന്നായിട്ട് സ്പീക്ക് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറന്മാർക്ക് അറിയാം, സ്പീക്കിങ്ങിന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, ഞാൻ കരഞ്ഞിട്ടേ ഇറങ്ങുള്ളൂ. August 7 ഞാൻ അങ്ങനെ സ്പീക്കിങ്ങിന് ഡേറ്റ് എടുത്തു എക്സാമിന് പോയി. ഞാൻ എക്സാമിന് പോകാൻ നേരം മാതാവിനോട് പ്രാർത്ഥിച്ചു, തൈലമൊക്കെ പുരട്ടി തേനൊക്കെ കുടിച്ച് ഭയങ്കര പ്രാർത്ഥിച്ചൊരുങ്ങി. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഞാൻ വീട്ടിൽ നിന്ന് പോയി. എന്നെ വിളിക്കുന്നത് വരെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുകയാണ്. കാശുരൂപം പോക്കറ്റിൽ ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ എൻ്റെ ഒരു പാസ്വേഡ് അവിടെ വേണമായിരുന്നു, ഞാനത് മറന്നുപോയി. ആകെ ടെൻഷനായി. ഞാൻ ടെൻഷൻ അടിച്ച് എല്ലാം പോയി. കരയും എന്നുള്ള സ്റ്റേജിലാണ് ഞാൻ എക്സാമിനറിൻ്റെ ആ റൂമിലോട്ടേക്ക് കയറി ചെല്ലണേ. എനിക്കറിയില്ല ആ ഡോറ് തുറന്നപ്പോൾ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ ഭയങ്കര കൂളായി, ഭയങ്കര കോൺഫിഡൻ്റായി. അത്രയും നാൾ ഞാൻ എൻ്റെ അക്കാഡമിയിൽ പോലും അങ്ങനെ പെർഫോം ചെയ്തിട്ടില്ല. ഞാൻ എക്സാമിനറിനെ കണ്ടു, നന്നായിട്ട് മാം ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും കോൺഫിഡൻ്റ് ആയിട്ട് ആൻസേഴ്സ് പറഞ്ഞു. ഈ ആൻസേഴ്സ് ഒക്കെ പറയുമ്പോൾ എൻ്റെ ഒരു കയ്യിൽ ഈ ഉടമ്പടി കാശുരൂപം ഞാൻ ഇറുക്കി പിടിച്ചേക്കാണ്. എനിക്കറിയാം ഞാനല്ല, മാതാവാണ് എന്നെ കൊണ്ട് ഓരോന്ന് പറയിക്കുന്നതെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഇങ്ങനെയല്ല ഇത്രയും നാളും പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയി. ഞാൻ ഓക്കെ, ഞാൻ പാസ്സാകും എന്ന് എനിക്ക് സന്തോഷിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നു. August 10, 2023 എനിക്ക് റിട്ടേൺ എക്സാമാണ്. അപ്പോൾ ഞാൻ അന്നും എൻ്റെ മാതാവ് എല്ലാം പാസ്സാക്കി തരും വിചാരിച്ചു പോയി. റൈറ്റിംഗ് കഴിഞ്ഞു, കുഴപ്പമുണ്ടായില്ല. ലിസണിങ് കഴിഞ്ഞു, കുഴപ്പമുണ്ടായില്ല. ലിസണിങ് ഒക്കെ സ്പീഡാവും പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് മറ്റേ ഉടമ്പടി തൈലമൊക്കെ ചെവിയിൽ പുരട്ടി പ്രാർത്ഥിച്ച് കാശുരൂപം പിടിച്ചിട്ടാണ് എക്സാം എഴുതുന്നത്. അപ്പോൾ ലിസണിങ് കുഴപ്പമുണ്ടായില്ല. റീഡിങ് എനിക്ക് കുറച്ച് പാടായിരുന്നു കോച്ചിങ്ങിന് പോകുന്ന ടൈമിലും. റീഡിങ്ങിന് എനിക്ക് ടൈം കിട്ടിയില്ല, ഞാൻ വായിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. എനിക്കറിയാം ഞാൻ എഴുതുന്ന ആൻസേഴ്സ് മൊത്തം പൊട്ട തെറ്റാണെന്ന് എനിക്കറിയാം. എനിക്ക് കരച്ചിലൊക്കെ വന്നു ഹാളിൽ ഇരുന്നിട്ട്. ഞാൻ ആ ഹാളിൽ ഇരുന്ന് റീഡിങ്ങിൻ്റെ പേപ്പർ കൊടുക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് മാതാവിനോട് ഒരു കാര്യം പറഞ്ഞു. എൻ്റെ മാതാവേ, എനിക്കും അറിയാം നിനക്കും അറിയാം ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, പൊട്ടത്തരാണ് എഴുതി വെച്ചേക്കണേന്ന്.
നീ എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്തിട്ട് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കണം. എനിക്കിനി ഇത്രയും സ്ട്രെസ് എടുത്തിട്ട് എഴുതാൻ വയ്യ എക്സാം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ഇറങ്ങി, ഭയങ്കര സങ്കടത്തിലായിരുന്നു. 2 ആഴ്ചയുണ്ട് റിസൾട്ടിന്. ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തു. ഈ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ 14 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. ഞാൻ പ്രാർത്ഥിച്ചതുപോലെ എനിക്ക് ഓവറോൾ 6.5 മാതാവ് തന്നു. പക്ഷേ എനിക്ക് റീഡിങ്ങിന് 5.5 ആയിപ്പോയി. അപ്പം ഞാൻ ആകെ ഭയങ്കര സങ്കടത്തിലായി. ഞാൻ അത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. പക്ഷേ എനിക്കറിയാം 5.5 ഞാൻ എഴുതിയിട്ടില്ല, അത് മാതാവ് എനിക്ക് തന്നതാണ്. ഞാൻ 3-4 ഒക്കെ കിട്ടുമോയെന്ന് പേടിച്ചിരിക്കുകയായിരുന്നു. 5.5 കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, എന്നാൽ സങ്കടമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ എന്നോട് കുറേ പേര് പറഞ്ഞു, ഓവറോൾ 6.5 ഉണ്ടെങ്കിൽ 5.5 നമുക്ക് യൂണിവേഴ്സിറ്റീസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. എൻ്റെ ചേച്ചി UK അപ്പോൾ ചേച്ചിയുടെ അടുത്തേക്ക് പോകണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഞാൻ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കിട്ടുന്ന യൂണിവേഴ്സിറ്റീസൊക്കെ ചേച്ചിയുടെ അടുത്തുനിന്ന് ദൂരെയാണ്. അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് അഫോർഡ് ചെയ്യാൻ എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ വെച്ചിട്ട് കുറച്ച് പാടാണ്. നമ്മൾ ലോണൊക്കെ എടുത്തിട്ട് പോകുന്നതുകൊണ്ട് അവിടുത്തെ പാർട്ട് ടൈം ജോബ് കൊണ്ടിട്ട് എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ചേച്ചിയുടെ വീട്ടിലാണെങ്കിലാണ് എനിക്ക് ബെനിഫിറ്റ് ഉള്ളു അവിടെ പോകുന്നതുകൊണ്ട്. അങ്ങനെ ഞാൻ അവിടെ അടുത്തുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്നോട് ഏജൻസീസ് പറഞ്ഞു, IELTSൻ്റെ ഈ സ്കോർ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റില്ല, ആ യൂണിവേഴ്സിറ്റി പറയുന്ന റിക്വയർഡ് സ്കോർ കൂടുതലാണ്. അപ്പം ഞാൻ പറഞ്ഞു, സാരില്ല, പോട്ടെ, ഒരു ആപ്ലിക്കേഷനല്ലേ, പോവുകയാണെങ്കിൽ പോട്ടെ, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല, മാതാവ് തരും എന്നൊരു പ്രതീക്ഷയിൽ ഞാൻ വെച്ചു. അവിടുന്ന് എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് ആപ്ലിക്കേഷൻ ഇട്ട് ഒരു 1 വീക്കിനുള്ളിൽ എനിക്ക് റെസ്പോൺസ് വന്നു. ഏജൻസി വിളിച്ചിട്ട് പറഞ്ഞു, മേഘ്ന, അവിടെ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റെസ്പോൺസ് വന്നിട്ടുണ്ട്, അൺകണ്ടീഷണൽ ഓഫർ ലെറ്ററാണ് കിട്ടിയതെന്ന്. അപ്പം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. മീൻസ് എത്രയും പേര് എൻ്റെ അടുത്ത് കിട്ടത്തില്ല എൻ്റെ മാർക്കിനെ വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ മാർക്കിന് എൻ്റെ മാതാവ് അവിടെ മേടിച്ച് തന്നു. എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് ട്രാവലേ ഉള്ളൂ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി, എൻ്റെ വിശ്വാസമൊക്കെ കൂടി. പിന്നെ ഈ ഉടമ്പടി എടുത്തിട്ട് എന്ത് കാര്യം സംഭവിച്ചാലും ഞാൻ അപ്പം തന്നെ എൻ്റെ മാതാവെ ശരിയാക്കി തരണേ, ഞാൻ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത പ്രശ്നം വന്നു, പൈസ. ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഭയങ്കരമായിട്ട് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് ഓഫർ ലെറ്റർ വന്നപ്പോൾ 7 lakh ഫീസ് അടയ്ക്കണം, കോഴ്സ് ഫീസ് എൻ്റെ പകുതി. ആ 7 lakh ഇല്ല. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് ഫാമിലി എല്ലാവരും ഇരിക്കുന്ന ടൈമിൽ മാതാവിൻ്റെ കറക്റ്റ് ഇടപെടലുകളാണ്. എനിക്ക് എത്ര രൂപയാണോ വേണ്ടത് ആ പൈസ മാത്രം ആ സമയത്ത് തരും. എനിക്ക് ആദ്യം ഫീസ് അടയ്ക്കാനുള്ള പൈസ വേണമായിരുന്നു, ആ പൈസ മാത്രം തന്നു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും, അടുത്ത എമൗണ്ടിൽ ലിവിങ് എക്സ്പെൻസ് കാണിക്കണം, വിസ, അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഓരോ പ്രോസസ്സിലും ഓരോ ഘട്ടങ്ങളിലും എത്ര രൂപയാണോ വേണ്ടത് അത്ര കറക്റ്റ് ആ പൈസ, അതിൽ നിന്ന് കൂടുതലോ കുറവോ മാതാവ് തരത്തില്ല. കറക്റ്റ് ആ പൈസ തന്നിട്ട് നമ്മളെ സഹായിക്കുകയാണ്. അപ്പോൾ എനിക്ക് വിശ്വാസം കൂടിക്കൂടി വരാണ്. കാരണം ഞാനും എൻ്റെ അമ്മയൊക്കെ വീട്ടിലിരുന്നൊരു സ്റ്റേജ് ഉണ്ട്, ആരോട് പൈസ ചോദിക്കും ഒരാളുടെ മുഖം പോലും മനസ്സിൽ വരുന്നില്ലല്ലോ. ആ സമയത്ത് നമുക്ക് ഇങ്ങടേക്ക് ആൾക്കാർ വന്നിട്ട് നമ്മൾ വിചാരിക്കാത്തവരാണ് തരുന്നത്. അപ്പോൾ ഞങ്ങളുടെ വിശ്വാസം കൂടിക്കൂടി വരാം. പിന്നെ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഞാൻ ടിക്കറ്റ് നേരത്തെ എടുത്തു, വിസ കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തു. പിന്നെ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞു 15 to 20 days എടുക്കും വിസ കിട്ടാമെന്ന്. അപ്പം എൻ്റെ ടിക്കറ്റിൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോവും. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി. ഞാൻ മാതാവിനോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ വീട്ടിൽ അപ്പേനോടും അമ്മേനോടൊക്കെ ഞാൻ കരഞ്ഞിട്ടാണ് എൻ്റെ കാര്യം സാധിക്കുക. അതുപോലെ ഞാൻ മാതാവിനോട് വാശി പിടിച്ച് കരയാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കുകയല്ല, ഞാൻ വാശി പിടിക്കുക ചെയ്യുക. 12-ാം തീയതിക്കുള്ളിൽ നീ എങ്ങനെയും, എനിക്ക് വേറെ ഒന്നും അറിയണ്ട, 12-ാം തീയതിക്ക് മുന്നേ നീ എനിക്ക് വിസ തരണം, എനിക്ക് ടിക്കറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനൊന്നും പൈസ ഇല്ല, നീ എങ്ങനെയും എനിക്ക് തരണം പറഞ്ഞു. അങ്ങനെ 20 days എടുക്കുന്ന ആ ഒരു വിസ പ്രോസസ്സ് എനിക്ക് ഒരു 10 to 11 days എനിക്ക് വിസ വന്നു. എന്നെ VFSയിൽ നിന്ന് മെസ്സേജ് വന്നു, വിസ സക്സസ്ഫുള്ളായി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. ഇതിൻ്റെ ഇടയിൽ എനിക്ക് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി. എൻ്റെ ആധാർ കാർഡിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പോൾ ആധാർ കാർഡും പാൻ കാർഡും ഒക്കെ തിരുത്തണമെങ്കിൽ ആധാർ കാർഡിന് 1 മാസം, പാൻ കാർഡിന് 1 മാസം, അങ്ങനെ 2 മാസം എടുക്കും. ഇത് കഴിഞ്ഞാൽ ആ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞാലാണ് എനിക്ക് IELTSൻ്റെ എക്സാമിന് ഡേറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ആയിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് അതും ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ എനിക്ക് ശരിയാക്കിയിട്ട് എനിക്ക് വേഗം പാസ്പോർട്ട് എടുക്കാൻ പറ്റണമെന്ന്. 1 മാസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ ആധാർ കാർഡും വന്നു, പാൻ കാർഡും വന്നു. പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു. 4ാമത്തെ ദിവസം എനിക്ക് പാസ്പോർട്ടും കിട്ടി.
പിന്നെ 8 മാസമായിട്ട് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരുന്നുണ്ടായില്ല. ഞാൻ അപ്ലൈ ചെയ്തിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു റെസ്പോൺസ് ഇല്ല, വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഞാൻ അങ്ങനെ യൂണിവേഴ്സിറ്റി ചെന്നപ്പോൾ അവരെന്നോട് 1 മാസവും കൂടി പറഞ്ഞു. അപ്പോൾ എനിക്ക് പുറത്തേക്കുള്ള യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാനുള്ളതുകൊണ്ട് 1 മാസം വെയിറ്റ് ചെയ്യാനില്ല. പക്ഷേ മാതാവ് അവിടെ എന്നെ സഹായിച്ചു. ഞാൻ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിരിച്ചു വന്ന് ഒരു 1 വീക്കിനുള്ളിൽ എനിക്ക് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. കാരണം എൻ്റെ ഓരോ ലൈഫിലും ഓരോ സിറ്റുവേഷൻസിലും മാതാവ് എൻ്റെ കൂടെ നടന്ന് എന്നെ നന്നായിട്ട് സഹായിക്കുകയാണ്. മാതാവ് കൂടെ നടക്കണേ എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇവിടെ നിൽക്കണത് എൻ്റെ വിസ, എൻ്റെ ടിക്കറ്റ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഈ വരുന്ന തിങ്കളാഴ്ച UK പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ആത്മീയമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവായി. കോവിഡിൻ്റെ സമയത്ത് കുർബാന പള്ളിയിൽ നിർത്തിവെച്ചുകൊണ്ട് പള്ളി പോക്ക് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു. ഞായറാഴ്ച TV കാണാൻ തുടങ്ങി. കുർബാന മാറിയെങ്കിലും പള്ളി പോകാൻ മടിയായി. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങി, പള്ളിയിൽ പോയി തുടങ്ങി. പിന്നെ എന്ത് വിശേഷങ്ങളുണ്ടെങ്കിലും പുറത്താ നിൽക്കുള്ളൂ, പള്ളിയിൽ അകത്ത് കയറുന്ന ഇഷ്ടമല്ല, വർത്താനം പറഞ്ഞിങ്ങനെ നിൽക്കാം. പിന്നെ എല്ലാ വിശേഷങ്ങൾക്കും പള്ളിയിൽ നേരത്തെ പോവുക, മുഴുവൻ കുർബാന കൂടുക, പ്രാർത്ഥിക്കുക. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഈ പള്ളിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ നിന്ന് കരഞ്ഞ് വെറുതെ ആൾക്കാരെ കാണിക്കുന്നത്? അങ്ങനെ ഞാൻ വിചാരിക്കും. എനിക്കത് ഭയങ്കര നാണക്കേടായിരുന്നു. പിന്നെ ഞാൻ കൂടുതൽ എൻ്റെ കർത്താവിനോടും മാതാവിനോടൊക്കെ അടുക്കാൻ തുടങ്ങിയപ്പോൾ ഓരോ ദിവസവും പള്ളി പോകുന്തോറും ഞാൻ കരയാൻ തുടങ്ങി. പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് നിന്ന് കരയാം. ആദ്യമൊക്കെ ഞാൻ വിചാരിക്കും ആൾക്കാരെന്ത് വിചാരിക്കും. പിന്നെ ഞാൻ വിചാരിച്ചു ആൾക്കാരെന്താണേലും വിചാരിച്ചോട്ടെ, എനിക്ക് കിട്ടുന്ന കൃപ എനിക്കല്ലേ അറിയുള്ളൂ. ആൾക്കാർ വിചാരിച്ചോട്ടെ, ഞാൻ എൻ്റെ ഈശോനോട് പറയാണ്. അങ്ങനെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കത് ഭയങ്കര വലിയ അനുഗ്രഹമാണ്. ഞാൻ ഈശോനെ ഏറ്റവും കൂടുതൽ അറിയുന്നത് ആ ഒരു നിമിഷമാണ്. കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു സങ്കടം എനിക്ക് പണ്ടുണ്ടായിരുന്നു. ഞാൻ കരയാൻ ട്രൈ ചെയ്യുമായിരുന്നു, എന്നാൽ പോലും എനിക്ക് കണ്ണീന്ന് വെള്ളം വരില്ല. പക്ഷേ ഈ മാതാവിനോട് ഈശോനോടൊക്കെ അടുക്കും തോറും എനിക്ക് നന്നായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്നു. പള്ളിയിൽ പോകാൻ ഇൻട്രസ്റ്റ് വരുന്നു. എനിക്ക് സങ്കടം വന്നാലും എന്ത് വന്നാലും പള്ളിയിൽ പോയിട്ട് വെറുതെ ഇരുന്നാൽ മതി, എനിക്ക് ഭയങ്കര സമാധാനമാണ്. എൻ്റെ അപ്പുറം ഇപ്പുറം മാതാവ് ഈശോയും ഇരിക്കുന്നൊരു ഫീല് കിട്ടും. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡായി. ഞാൻ നന്നായിട്ട് ഇമ്പ്രൂവ് ആയി ആത്മീയമായിട്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി. ഞാൻ അങ്ങനെ അധികം ആരോടും ഇൻട്രാക്ട് ചെയ്യാത്ത കൂട്ടത്തിലാണ് ഞാൻ. പിന്നെ മുതിർന്നവരെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ പ്രായമായവരെയൊക്കെ സഹായിക്കാൻ തുടങ്ങി. എൻ്റെ അമ്മാമ്മയൊക്കെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാനായിട്ട് അങ്ങോട്ട് പറഞ്ഞു, ഞാൻ പോയി നിന്നോളാം, കൂടെ നിന്നോളാം, കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞു. പത്രമൊക്കെ കൊണ്ട് കൊടുക്കാൻ തുടങ്ങി. യൂട്യൂബിൽ കൃപാസനത്തിൻ്റെ ഓരോ ടെസ്റ്റിമോണികളും പ്രാർത്ഥനകളൊക്കെ കൂടാൻ തുടങ്ങി. എൻ്റെ റിസൾട്ടിൻ്റെ ആ ഡേറ്റിലും എല്ലാ സമയത്തും ഞാൻ കണ്ടിന്യൂസ് മോർണിംഗ് ടു ഈവനിങ് ഇങ്ങനെ കൃപാസനം ഉറങ്ങണത് വരെ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ പ്ലേ ചെയ്ത് ഇങ്ങനെ ഇട്ടിട്ടാണ് ഉറങ്ങുക. അത്രയ്ക്ക് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് മാതാവ് തരും. ഇപ്പം എന്ത് കുഞ്ഞു കാര്യം വന്നാലും ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാം, എനിക്ക് മാതാവ് തരും. ആരില്ല എന്ന് പറഞ്ഞാലും എനിക്ക് തരും എന്നൊരു വിശ്വാസമായി. എനിക്ക് എൻ്റെ സ്വന്തം അപ്പനോടും അമ്മയോടും ഓരോ കാര്യം പറയുന്ന പോലെയാണ്. അത്രയും അറ്റാച്ച്മെൻ്റായി എനിക്ക് എൻ്റെ കർത്താവിനോടും മാതാവിനോടും. എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഞാൻ വളരെയധികം നന്ദി പറയാണ്. ഇവിടെ വരുന്ന എല്ലാവരുടെയും നിയോഗങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ, എല്ലാവർക്കും നല്ല അനുഗ്രഹം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം.